എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്എ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള 10 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ തവണത്തെ പേപ്പർ നോക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് വാലുവേഷനും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ പാക്കേജ് നമ്മൾ ക്ലോസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വാലുവേഷൻ ഇല്ലാത്ത മോഡിഫൈഡ് ആയിട്ടുള്ള ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം കോഴ്സാണ്. വാലുവേഷനോട് കൂടിയ പാക്കേജിന് 900 രൂപയായിരുന്നു. ഇപ്പം വാലുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് 600 രൂപയാണ്. ഡിസ്ക്രിപ്റ്റീവ് മാത്രമായിട്ടും അവൈലബിൾ ആണ്. വാലുവേഷൻ ഇല്ലെങ്കിലും ഇപ്പോൾ ആൻസർ റൈറ്റിംഗ് എക്സസൈസ് ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മോഡൽ ആൻസറും അതുപോലെ തന്നെ നമ്മുടെ വാലുവേഷനോട് കൂടിയ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെപ്പോലുള്ള ആസ്പിറൻസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1-2 മോഡൽ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 50+ എക്സ്പെക്റ്റഡ് എസ്എ ടോപ്പിക്സിൻ്റെ ഫോൾഡർ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള 10 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, ആ ഓരോ ടോപ്പിക്കുകളിൽ നിന്നും പല ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം കുറേ കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കവറേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇല്ലീഗൽ മൈഗ്രേഷൻ. ഇല്ലീഗൽ മൈഗ്രേഷനിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ നിങ്ങളൊരു കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ. ഇന്റർനാഷണൽ ലെവലിലുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ ടോപ്പിക്സിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ന്യൂസിൽ ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീയിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് പോയിട്ടുള്ള ബോട്ടുകളൊക്കെ മുങ്ങിപ്പോകുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. റോഹിംഗ്യൻസ് ബംഗ്ലാദേശിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ ഇവൻറ്റ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2 ആംഗിളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷനായിട്ട് വരുന്നത് കൂടുതലും ബംഗ്ലാദേശ് വഴിയൊക്കെയുള്ള റോഹിംഗ്യൻ മൈഗ്രൻസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. അത് കാരണം ഉണ്ടാകുന്ന പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കാര്യം അവർക്ക് പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് പോസ് ചെയ്യുന്ന പല ഇഷ്യൂസും ചലഞ്ചസും ഉണ്ട്. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് വരാൻ സാധ്യതയുള്ള ഈ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെ പല ടൈപ്പുള്ള ചലഞ്ചസ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷനും ഇപ്പം പലപ്പോഴും ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു വാർത്ത കേട്ടിരുന്നു, അതായത് US കാനഡ ബോർഡറിൽ ഇന്ത്യൻ ഫാമിലി US ബോർഡർ ക്രോസ് ചെയ്യാനുള്ള ശ്രമത്തിൽ കൊടും തണുപ്പിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. അതെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രേഷനാണ്. US കാനഡ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതും മറ്റൊരു ആംഗിളാണ്. അങ്ങനെ പല ടൈപ്പ് ഡയമെൻഷൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അടുത്ത മറ്റൊരു ടോപ്പിക്കാണ് ഫിസ്ക്കൽ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം. ഫിസ്ക്കൽ ഫെഡറലിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഇപ്പം യൂണിയൻ ഗവൺമെന്റിനെതിരെ ഫണ്ട് റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസുകളൊക്കെ കൊടുക്കുകയുണ്ടായി. ഫിസ്ക്കൽ ഫെഡറലിസം ഒക്കെ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും തമ്മിലുള്ള പല ടൈപ്പുള്ള ഫ്രിക്ഷൻസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതിൻ്റെ റൂട്ട് കോസുകൾ എന്താണ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പല ടൈപ്പുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. മൂന്നാമത്തേത് ഹെയ്റ്റ് സ്പീച്ച്. പലപ്പോഴും നമ്മൾ വാർത്തകൾ ഹെയ്റ്റ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഹെയ്റ്റ് സ്പീച്ച് എന്താണ്, ഹെയ്റ്റ് സ്പീച്ചിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആണ്. നാലാമത് ഇപ്പം നമുക്ക് ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പല ടൈപ്പുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം റിഫോംസ് നീഡഡ് ഇൻ പൊളിറ്റിക്കൽ ഫണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആണ്. സുപ്രീം കോർട്ട് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് വരികയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം കേരള സ്പെസിഫിക് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, ഓവറോൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് എക്സ്ട്രീം ക്ലൈമാറ്റിക് ഈവൻറ്റ്സ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ക്ലൗഡ് ബേസ്റ്റ്, ഗ്ലേഷ്യൽ ബേസ്റ്റ്, കേരളത്തിൽ ഉൾപ്പെടെ ക്ലൗഡ് ബേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്ലഡിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ ഫ്ലഡ്സ്, ഇപ്പം ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള മെട്രോസിലൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അർബൻ ഫ്ലഡിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ്സ് കൂടുന്നുണ്ട്. ഹിമാലയൻ ഏരിയാസിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ഏരിയാസിലൊക്കെ ലാൻഡ് സ്ലൈഡ്സിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള എക്സ്ട്രീം
ക്ലൈമാറ്റിക് ഈവൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളെ പറ്റിയിട്ട് ഇപ്പം അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അത് കാരണം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അങ്ങനെ പല ടൈപ്പുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അടുത്ത കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ്. നമ്മൾ കേരള റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൂടി വരുന്ന ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മൈഗ്രൻ്റ് ലേബേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്. സോ ഈ ഒരു കേരള റിലേറ്റഡ് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 2024 സുപ്രീം കോടതി ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതുമായി ഡയറക്റ്റ്ലി ഒരു ചോദ്യം വരത്തില്ലെങ്കിൽ പോലും ഇന്ത്യൻ ഡെമോക്രസിയിൽ സുപ്രീം കോടതിയുടെ റോള് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പല ടൈപ്പ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ ഇന്ത്യൻ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്. ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് ഈ പറയുന്ന ഗ്രോയിങ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ഡെമോഗ്രഫിക് ഡിവിഡൻ്റ് ഒക്കെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. സോ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഡെവലപ്മെൻ്റ് ആയിരുന്നു അഗ്നിപത് സ്കീം. അതിനെപ്പറ്റിയും കുറച്ചൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നു വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ സ്പേസ് അച്ചീവ്മെൻറ്റ്സ്. ISRO ഒരുപാട് പ്രധാനപ്പെട്ട മിഷൻസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കരുതി വെക്കുക. കാര്യം ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്ന ISROയുടെ സ്പേസ് അച്ചീവ്മെൻറ്റ്സ്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന വളരെ ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക്സ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഏതൊക്കെ മേഖലകൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ SAക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് കഴിഞ്ഞ തവണത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഷോർട്ട് എസ്സേസ് ആണ് ചോദിച്ചു വരുന്നത്. ഷോർട്ട് എസ്സേസ് ആയിട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പോയിന്റ്സ് നിങ്ങൾ കരുതി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് ചോദിച്ചാലും ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു 4 പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ എസ്സേ വന്നാലും നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്